പേക്കുട്ടിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര ഗുരുവായൂരിലേക്കായിരുന്നു. അത് അവൾക്ക് തന്നെ ചോറിനുള്ള പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു യാത്ര ആയതുകൊണ്ട് നമുക്ക് ചെയർ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലോ ചെയർ അവൾ എങ്ങനെ മാനേജ് ചെയ്യും, അവൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്തിരുത്തും എന്നൊക്കെ ഉള്ളത് എനിക്ക് വലിയ കൺഫ്യൂഷനായിരുന്നു. ആദ്യമൊക്കെ പുള്ളിക്കാരി വലിയ എൻജോയ്മെൻറ്റിൽ കാഴ്ചയൊക്കെ കണ്ടിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൺജസ്റ്റഡ് ഏരിയയിൽ പുള്ളിക്കാരിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും പുള്ളിക്കാരി വയലൻ്റ് ആവാൻ തുടങ്ങി. പിന്നെ പാപ്പം കൊടുക്കലും പാല് കൊടുക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഞ്ഞു ബേബീനെയും കൊണ്ട് നമുക്ക് എപ്പോഴും ചെയർ യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഞാൻ എന്തൊക്കെയോ ചെയ്തവളെ കുറേ എൻ്റർടൈൻ ചെയ്തിരുത്താനൊക്കെ നോക്കി. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ അതൊക്കെ മാനേജ് ചെയ്തു. ഇനി പോവുകയാണെങ്കിൽ എന്തായാലും സ്ലീപ്പർ ബുക്ക് ചെയ്തേ പോകുള്ളൂന്ന് അന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവളെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്കിങ്ങനെ കൺജസ്റ്റഡ് ഏരിയയിൽ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ.